Hello examiner family. നമ്മുടെ +1 അഡ്മിഷൻസിന്റെ പ്രോസസ്സുകളെല്ലാം നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന തേർഡ് അലോട്ട്മെന്റ് ഓൾറെഡി പബ്ലിഷ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുവരെ ആരെങ്കിലും നിങ്ങളുടെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യാം. അത് മാത്രമല്ല നമ്മുടെ തേർഡ് അലോട്ട്മെന്റിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ എൻ്റെ മക്കളോട് മിസ്സിന് പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് പല സ്കൂളുകളിലും ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന സമയത്തും ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂളുകളൊക്കെ മാറി കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഒരുപാട് പേര് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ വീണ്ടും തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തവരുണ്ടാവും. അപ്പം തേർഡ് അലോട്ട്മെന്റ് വരുന്നതിന് മുമ്പ് അല്ലെ, തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളുകൾ മാറി കിട്ടിയാലും ഇനി സ്കൂൾ മാറിയാലും നിങ്ങളുടെ ഏതാണോ അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഏത് സ്കൂളാണെങ്കിലും ആ സ്കൂളിൽ നിങ്ങൾ പോയിട്ട് പെർമനന്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുക്കണം. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണെങ്കിലും സെക്കൻഡ് അലോട്ട്മെന്റ് ആണെങ്കിലും അവിടെ ടെമ്പററി ആയിട്ട് അലോട്ട് ചെയ്യാം അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇനി ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്കൂളാണ് നിങ്ങൾ ഇനി പഠിക്കേണ്ട സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം മക്കളെ, പെർമനന്റ് അഡ്മിഷൻ തന്നെ എടുക്കണം. ഇപ്പോൾ പലർക്കും ഉണ്ടാവും അല്ലേ, സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്ന അതേ സ്കൂൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ തേർഡ് അലോട്ട്മെന്റിലും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഏതാണോ ആ സ്കൂളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങളുടെ ആ ടെമ്പററി അഡ്മിഷൻ എന്താക്കി മാറ്റുക, പെർമനൻ്റ് ആക്കി മാറ്റുക. അപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇനി ഓപ്ഷൻ ഒന്നും ഇല്ലേ അല്ലേ, വേറെ സ്കൂളിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ ഇനിയും ഉണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ആകെയുള്ള ഓപ്ഷൻ ഒന്ന് ട്രാൻസ്ഫർ ഓപ്ഷനാണ്, അടുത്തത് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള സ്കൂളുകളിലൊന്നും നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. തേർഡ് അലോട്ട്മെൻറ്റിൽ തേർഡ് അലോട്ട്മെൻറ്റിലോടുകൂടെ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ എല്ലാം ഇൻവാലിഡ് ആയിട്ട് പോയി. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരുപാട് സ്കൂളുകളിലേക്ക് അഡ്മിഷൻസ് എടുത്ത മക്കളുണ്ടാവും അല്ലേ, അപ്പോൾ ഇനിയും സീറ്റുകൾ ബാക്കി ഉണ്ടാവും ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും സീറ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ പല സ്കൂളുകളിലും സീറ്റുകൾ ഇനിയും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പോൾ ആ സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് പിന്നീട് പുതുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അല്ലെ, നിങ്ങൾ ചിലപ്പോൾ കൊടുത്തിട്ടുള്ള സ്കൂളുകളായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ സീറ്റുകൾ ഒഴിവുകൾക്കനുസരിച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്കൂളുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം എന്ത് ചെയ്യാൻ പറ്റും, സ്കൂള് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി പ്രത്യേകം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശ്വാസ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഇനിയും ഒരുപാട് കുട്ടികൾക്ക് സ്കൂളുകൾ കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിലും സ്കൂളുകൾ വരാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ വിഷമിച്ചിരിക്കാറില്ല, അയ്യോ എനിക്ക് സ്കൂളൊന്നും കിട്ടിയില്ല, ഞാനിനി എന്താണ് ചെയ്യുക, എൻ്റെ +1 പഠനം മുടങ്ങിയിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് സ്കൂളുകൾ കിട്ടാതെ തേർഡ് ഓപ്ഷൻ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് സ്കൂളുകൾ കിട്ടാതെ ഒരുപാട് മക്കൾ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ കേരള സർക്കാർ താൽക്കാലിക ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു അപ്ഡേറ്റും കൂടെ കിട്ടുന്നുണ്ട്. അതായത് താൽക്കാലികമായിട്ട് തീരെ അഡ്മിഷൻ കിട്ടാത്തവർക്ക് താൽക്കാലിക ബാച്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പം തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് പ്രത്യേകം മിസ് വീണ്ടും ഊന്നി പറയാണ്, എന്താണ്, നിങ്ങൾ വേഗം തന്നെ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻസ് പെർമനൻ്റ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യുക. ഓക്കെ, പുതിയ സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ പോയിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുക. ഇനി മാറിയിട്ടില്ല, പഴയ സ്കൂൾ തന്നെയാണ് എന്നുണ്ടെങ്കിൽ പോലും അവിടെ പോയിട്ടും നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എന്തായാലും എടുത്തിരിക്കണം. ഇനി പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സ്കൂൾ തന്നെ ക്യാൻസൽ ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, എവിടെയും കിട്ടാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ പോയിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുക. ഇനി അതിനുശേഷം നമുക്ക് നോക്കാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ട്രാൻസ്ഫറും നമുക്കുണ്ട്. അപ്പോൾ ആ ചാൻസുകൾ കൂടെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അലോട്ട്മെൻറ്റ് ഇതുവരെ ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ എൻ്റെ മക്കൾ പോയിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സും തന്നെ ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ വരട്ടെ. ഇനി ട്രാൻസ്ഫറിന് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വരുന്ന സമയത്ത് ഇനിയും കിട്ടാത്ത സ്കൂളുകൾ കിട്ടാത്ത ഏതെങ്കിലും മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങളുടെ സ്കൂളുകളൊക്കെ കിട്ടട്ടെ എന്ന് മിസ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അങ്ങനെ തന്നെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മക്കളെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്മിഷൻ റിലേറ്റ് ചെയ്തിട്ടും ക്ലാസ് റിലേറ്റ് ചെയ്തിട്ടും കംപ്ലീറ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ എനേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി ഓർത്തിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ ആരും എല്ലാവരും ഹാപ്പി ആയിട്ട് പോയിട്ട് അലോട്ട്മെൻറ്റ് നോക്കിയിട്ട് വേഗം തന്നെ പോയി അഡ്മിഷൻ എടുക്കുക. താങ്ക് യു.